നിങ്ങൾക്ക് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ടിപ്സ് പറഞ്ഞു കൊടുത്ത വീഡിയോ ഇപ്പം 12,000 പേരോളം കണ്ടു കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവരും ആവശ്യപ്പെട്ട എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അതിനു മുൻപേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നോർമൽ വീഡിയോ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തും എഡിറ്റ് ചെയ്തും അതിന് പ്രത്യേകതകൾ വരുത്തുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും ഞാൻ എന്താണ് പറയുന്നത്. അല്ല നേരെ പോയി ട്യൂട്ടോറിയൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾ ചാടി കയറി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുകയില്ല. അത് എന്തൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിലേക്ക് ക്യാമറ വെക്കേണ്ടത്, അതായത് നമ്മൾ ഏതൊരു കാര്യമാണ് ചെയ്യുന്നത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഉള്ളൊരു ചെറിയ ഉദാഹരണം കാണിച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇനി എന്താണ് എഡിറ്റ് ചെയ്യുമ്പം നിങ്ങൾ എന്തൊക്കെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്, എന്തൊക്കെയാണ് അവിടെ വെക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെയൊക്കെയാണ് ക്യാമറ വെക്കേണ്ടതെന്നും കൂടി ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിസ്സാരം ഒരു ആക്ഷൻ ആണെങ്കിൽ പോലും ഒരേ പൊസിഷനിൽ ക്യാമറ വെച്ചിട്ട് അത് അതേപോലെ എഡിറ്റ് ചെയ്തിട്ടാൽ പ്രത്യേകിച്ചൊരു ഭംഗി ഉണ്ടാകുകയില്ല. പുസ്തകം വായിക്കുന്നു, അടുത്തൊരു ബുക്ക് എടുക്കുന്നു, എഴുതുന്നു, അടച്ചു വെക്കുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഒന്നും തോന്നുന്നില്ലല്ലേ? എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറ വെച്ച് പല രീതിയിൽ എഡിറ്റ് ചെയ്ത് വെക്കുമ്പം സെയിം ആശയം തന്നെ. ആ ബുക്ക് എടുത്ത് വായിക്കുന്നതും മറ്റൊരു ബുക്ക് എടുത്ത് എഴുതുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് തോന്നുന്നില്ലേ? ഇതുപോലെ നിസ്സാരമായ വീഡിയോയെ പോലും നമുക്ക് ജീവൻ വെപ്പിച്ചെടുക്കാൻ പറ്റും. ഒന്ന് എഴുതുന്നതാണെങ്കിൽ പോലും പല ആംഗിളിൽ ക്യാമറ വെച്ചെടുത്തപ്പോൾ ആ വീഡിയോയ്ക്കൊരു മാറ്റം നമുക്ക് തോന്നിയില്ലേ? നിങ്ങൾ നീ വേഗം ഒരു പേപ്പറും പേനയും എടുത്തു വെക്കുക. അല്ലാതെ ഇത് കണ്ടിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് ഇൻഷോട്ട് എന്ന് പറഞ്ഞൊരു ആപ്പിനെ കുറിച്ച് തമ്നെയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കാണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നല്ല ആപ്പുകൾ വേറെ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ എളുപ്പം, അതായത് ഒരു കൊച്ചു കുഞ്ഞിന് പോലും അതിനകത്ത് വർക്കുകൾ പെട്ടെന്ന് മനസ്സിലാകും. അപ്പം നിങ്ങളൊരു സാധാ ഒരു വീഡിയോ ഇടുമ്പോഴത്തേന് അത് ഞാൻ എൻ്റെ ഇത്ര നാൾ ഞാനത് യൂസ് ചെയ്താണ് ഞാൻ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ഒരു പേപ്പറും പേനയും എടുത്തോ. ആ ഒരു ആപ്പിലാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാം എഴുതിയെടുത്തോണം നിങ്ങൾ. നമ്മൾ ആദ്യം ഇൻഷോട്ടിൻ്റെ ആപ്പിൽ കയറുക. എന്നിട്ട് അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പച്ച കളറിൽ ഉള്ള പ്ലസ് ഞെക്കുമ്പോൾ നമുക്ക് ഗാലറിയിലോട്ട് പോകാൻ പറ്റും. ഇനി ഗാലറിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് അതിൻ്റെ ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ആപ്പിലേക്ക് വരും. ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിനി അതിന് ക്യാൻവാസ് സെലക്ട് ചെയ്യണം. ഈ ക്യാൻവാസിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന 16:9 ആണെങ്കിൽ ലോങ് വീഡിയോയും, ഞാനിപ്പോൾ കാണിക്കുന്ന ഇതാണെങ്കിൽ ഷോർട്ട് വീഡിയോയും ആണ്. ഇനി ഷോർട്ട് വീഡിയോയുടെ ഇത് നമ്മൾ തൽക്കാലം സെലക്ട് ചെയ്യുകയാണേ. എന്നിട്ട് ഇത് നമ്മൾ ഓക്കെ കൊടുക്കുക. ആ ഒരു സൈഡിലുള്ള ടിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അത് നിറം കൂട്ടി കൊടുക്കുക, നമുക്ക് ലൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിരൽ കൊണ്ട് ഇങ്ങനെ നീക്കുമ്പം ഇതിൻ്റെ ലൈറ്റ് ആണെങ്കിലും കോൺട്രാസ്റ്റ് ആണെങ്കിലും ഇനി നമുക്ക് കളർ കുറച്ച് കൂടുതൽ കൊടുക്കണം. ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫുഡ് ഐറ്റംസിൻ്റെ നിറമൊക്കെ നമുക്ക് കൂട്ടി കുറച്ച് കൊടുക്കാനൊക്കെ ഈ ഒരു ഓപ്ഷൻ സഹായിക്കും. ഇതിൽ അപ്ലൈ ഫോർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ലിപ്പിനും ഈ ഒരേപോലത്തെ കളറും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ ഒറ്റത്തവണ അത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഓരോ ക്ലിപ്പും വെട്ടിക്കുറയ്ക്കുകയും ഒക്കെ കട്ട് ചെയ്ത് അതിൻ്റെ പാകത്തിനാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാനിങ്ങനെ മൂവ് ചെയ്യുന്നത് ഈ നീങ്ങി പോകുന്ന ഒരു പോർഷൻ നമുക്ക് മതി. അപ്പം ഞാൻ ആ ഫ്രെയിമിലേക്ക് വരുന്നത് മുതൽ ആ ഫ്രെയിമിൽ നിന്ന് പാസ് ചെയ്യുന്നിടം വരെ ഉള്ളത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണേ. ഇത് കണ്ടോ? അത് കറക്റ്റായിട്ട് നമുക്ക് വിരലുകൊണ്ട് ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ വെളുത്ത കളറിൽ കാണുന്ന അതില്ലേ, അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഫോണിൽ പിടിക്കുന്ന പോർഷൻ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. ഞാൻ ഫോൺ ഓഫ് ചെയ്യുന്നൊരു പോർഷൻ ഉണ്ട്. എന്തേ ഈ ബാക്കിലേക്ക് പോകുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ മുന്നോട്ട് വരുന്ന പോർഷനാണ് ഇനി നമ്മൾ കണ്ടോ, ആ മുന്നോട്ട് വരുന്ന പോർഷൻ കിട്ടുന്ന രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇനി ഞാൻ വരുന്ന വഴിക്ക് ഈ ഫോണിലൊന്ന് തൊടുന്നുണ്ട്, അത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ കട്ടാകും. കണ്ടോ? ഇപ്പോൾ അത് കറക്റ്റായില്ലേ? ഇനി ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് റൂമിലേക്ക് കയറുന്നതിൻ്റെ ആ കയറി പോകുന്ന പോർഷൻ കട്ട് ചെയ്തു. പിന്നെ ഈ ഇറങ്ങി വരുന്ന പോർഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് അവിടെ കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓരോ ക്ലിപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വൈറ്റ് കളറിൽ കാണുന്ന ആ സാധനത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓരോ ക്ലിപ്പിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് ഇങ്ങനെ ഇപ്പോൾ സ്ലൈഡായിട്ട് മാറണോ, നൈസായിട്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ വരണോ, അതോ നമുക്കത് ഒരു ക്ലിപ്പ് മറ്റൊരു ക്ലിപ്പിലേക്ക് കയറുന്നത് അറിയാത്ത രീതിയിൽ ബ്ലെൻഡായി വരണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത് അപ്ലൈ ഫോർ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ക്ലിപ്പും ആ ഒരു രീതിയിൽ നമുക്കിതുണ്ടോ
ഓരോ ക്ലിപ്പും അടുത്ത ക്ലിപ്പിലേക്ക് പോകുന്നത് ശരിക്കും ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇത് കണ്ടോ. ഇനി നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും, അതായത് ഫുൾ നമ്മുടെ വീഡിയോസിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞ് ഇതുപോലെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇപ്പോൾ കണ്ട ക്ലിപ്പ് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിലാവും. ഇത് കണ്ടോ, കുറച്ചുകൂടെ സ്പീഡിലാകും നമുക്ക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 3 മിനിറ്റ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നത് ഡെയിലി വ്ളോഗ്സ് ഒക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് സ്പീഡ് കുറച്ച് കാണിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത് നമ്മുടെ ഇങ്ങനെ ബാക്ക് സൈഡൊക്കെ നമുക്ക് കാണിക്കാൻ ഇഷ്ടമില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊക്കെ കാണാത്ത രീതിയിലാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഓപ്ഷനിലേക്ക് പോവുകയാണ്. ഇനി എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുക്കുക. നമ്മുടെ ക്ലിപ്പ് കൊടുത്തതിന് ശേഷം അതിൽ എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. നമ്മളതിങ്ങനെ സ്ലൈഡ് നീക്കി കഴിയുമ്പം അതിൽ എനിക്കത് വായിക്കാൻ പറ്റിയത് GAUSS ഗസ് എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഗസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കൊക്കെ ബ്ലറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിരിക്കും. നമ്മുടെ ബാക്ക് സൈഡൊക്കെ ഇപ്പോൾ റൂമൊക്കെ അലമ്പി കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടമൊക്കെ ഒരു അത്ര നല്ല നീറ്റായിട്ടല്ല നമ്മൾ ഇട്ടിരിക്കുന്നതെങ്കിലും നമ്മുടെ ബാക്ക് സൈഡൊന്നും ആരും കാണത്തില്ല. ഇനി നമ്മൾ എവിടെയെങ്കിലൊക്കെ നിന്ന് വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലുള്ള ആൾക്കാരെ കാണിക്കാതിരിക്കാനാണേലും നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ എത്ര ലെങ്തി വേണോ അത്രയും ലെങ്തിലേക്ക് നമ്മൾ വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ അത്രയും ലെങ്തിലേക്ക് ഉള്ള നമ്മുടെ ബാക്ക് സൈഡ് നല്ല ബ്ലറായിട്ട് കിട്ടും. അപ്പം എഫക്റ്റ് എന്ന ഓപ്ഷനിലെ ആദ്യത്തെ സ്റ്റാർ, ബ്ലൂ കളർ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്താൽ അതിലെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സൂം ഇൻ സൂം ഔട്ട് ആവും. ക്യാമറ നമ്മൾ നീക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടോ നമ്മുടെ ആ വീഡിയോ സൂം ഇന്നും സൂം ഔട്ട് ആവും. അത് നമ്മളിങ്ങനെ അടുത്തേക്ക് വരുന്നതായിട്ടും ഒക്കെ തോന്നുകയും, അല്ലെങ്കിൽ നമുക്ക് ഷെയ്ക്ക് ചെയ്യുന്നതായിട്ടുള്ള എഫക്റ്റ് കൊടുക്കാം. നമുക്ക് ഒരുപാട് എഫക്റ്റ് അതിൽ കൊടുക്കാവുന്നതായിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഓപ്ഷനാണ്. നമുക്ക് എഫക്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് ഇത് കണ്ടോ, ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ സൂം ഇൻ സൂം ഔട്ട് ആകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ആ ഒരു ഇത് കൊടുത്തു കഴിയുമ്പം. അപ്പോൾ നമ്മളിങ്ങനെ ഒരിടത്ത് നിന്നുകൊണ്ടൊക്കെ വർത്താനം പറയുമ്പോൾ ചെറിയ ചലനങ്ങളൊക്കെ വരുത്താനായിട്ട് ആ ഒരു എഫക്റ്റിന് നമ്മളെ സഹായിക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്ക് സൈഡിൽ ബ്ലറാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മുടെ പിന്നെ ഈ പറഞ്ഞ വീഡിയോ സൂം ഇൻ സൂം ഔട്ട് ആകുന്നത് മനസ്സിലായി. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു ഒറ്റ വീഡിയോ അല്ലേ ഇത്, ഈ ഒറ്റ വീഡിയോയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുണ്ടോ, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ 2 എണ്ണം ആകും. അപ്പോൾ ഈ 2 വീഡിയോയ്ക്ക് നമുക്ക് വേണ്ട എഫക്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2 വീഡിയോ ആയത് കണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു സംവിധാനമാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് ആനിമേഷൻ എന്ന് പറയുന്ന ടൂളാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ കാണിച്ചാൽ നമ്മുടെ ഓരോ ക്ലിപ്പിലും എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ആ ക്ലിപ്പ് എങ്ങനെയാണ് വരേണ്ടത്, ഒന്നെങ്കിൽ ഷെയ്ക്ക് ആക്കിയിട്ട് നമുക്ക് വരുത്താൻ ഇഷ്ടമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് താഴെ നിന്ന് അതിങ്ങനെ മേളിൽ നിന്ന് ചാടി വരുന്ന പോലെയാണ് അങ്ങനെ കൊടുക്കാം. ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വരണമെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. സൈഡിൽ നിന്ന് ഇങ്ങനെ വീഴുന്ന പോലത്തെ എഫക്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പം അങ്ങനെ ഒരു ടൂളാണ് ആനിമേഷൻ എന്ന് പറയുന്ന ടൂള്. ഇതിന് ശേഷം നമുക്ക് സൗണ്ട് മാറ്റി കൊടുക്കാനായിട്ട് വോയിസ് എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് മാറി കുട്ടികളുടെ പോലെയൊക്കെ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ വോയിസ് എഫക്റ്റിൻ്റെ യൂസ് അതാണ്. അടുത്ത റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ നമ്മുടെ ഈ ക്ലിപ്പ് എങ്ങോട്ട് വേണമെങ്കിൽ ചെരിക്കുകയോ നേരെ ആക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമ്മുടെ വീഡിയോയിൽ തന്നെ മറ്റൊരു വീഡിയോയോ പിക്ചറോ ഉൾപ്പെടുത്തുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ടൂളുണ്ട്. അതിൻ്റെ പേരാണ് PIP, അതായത് പിക്ചർ ഇൻ പിക്ചർ എന്നാണ്. ഒരു പിക്ചറോ വീഡിയോയോ നമുക്ക് എക്സ്ട്രാ നമ്മുടെ പിന്നെ വീഡിയോയുടെ സൈഡിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. PIPയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടോ നമുക്ക് ആ സ്ലൈഡിനെയും വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അതിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കണ്ടോ അതിനെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ക്രോപ്പ് എന്ന് പറയുന്ന എഫക്റ്റിൽ ടൂൾ യൂസ് ചെയ്ത് നമുക്കിങ്ങനെ ക്രോപ്പ് ചെയ്ത് വെക്കാം. ഇനി മാസ്ക് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അതായത് നമ്മളിങ്ങനെ എടുക്കുന്ന ഒരു ക്ലിപ്പ് നമ്മുടെ വീഡിയോ ആയിട്ട് ബ്ലെൻഡ് ആക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിഷ്ടമുള്ളൊരു ഒരു ക്ലിപ്പ് എടുക്കുക. ആ ക്ലിപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ട് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നമുക്ക് വട്ടത്തിലോ നീളത്തിലോ ഒക്കെ അതിനെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോടൊപ്പം അത് ബ്ലെൻഡായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ അത് കണ്ടോ, അതിൻ്റെ ആ സൈഡിൽ കൂടെ ഉള്ള ഫ്രെയിമും ഒന്നും കാണത്തില്ല, നമ്മുടെ വീഡിയോ ആയിട്ട് അത് ബ്ലെൻഡായിട്ട് നിൽക്കും. ഇത് കണ്ടോ, നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ സൈഡിൽ മറ്റേ വീഡിയോ വർക്കായിട്ട് കാണിക്കാനായിട്ടൊക്കെ പറ്റുന്ന ഒരു എഫക്റ്റാണ്. ഒരു PIPയും മാസ്കും പഠിച്ചല്ലോ അല്ലേ.
വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരണമെങ്കിൽ, അതായത് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ മാത്രം പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രം ആ ഗ്രൂപ്പിലോട്ട് കയറിയിട്ടേ കാര്യമുള്ളൂ. കാരണം നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് തംബ്നെയിൽ വീഡിയോയും നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങും ട്യൂട്ടോറിയൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. 5 ദിവസത്തെ ഒരു ക്ലാസ് ആണ് ചെയ്യുന്നത്. ആ ക്ലാസ്സിൽ അത്യാവശ്യം ബേസിക് ആയിട്ട് എഡിറ്റിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടും വന്ന് കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ഒക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് പറ്റും. അപ്പം നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തേക്കാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയെ കുറിച്ചായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ റീച്ച് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോസ് നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും കമൻസ് ചെയ്യേണ്ട ഡൗട്ടുകൾ അവിടെ തന്നെ കൊടുക്കുക. അപ്പോൾ അല്ലാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് സംബന്ധമായിട്ട് അറിയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.